1657 സ്പെയിനിലെ മോൺസെറാത്തിലെ പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിലുള്ള ആശ്രമത്തിൽ ഒരു സമ്മേളനത്തിനിടയിൽ അതിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു യുവതിയുടെ മകൻ സഭാശ്രേഷ്ഠനായ മിലൻ്റെ മിറാൻഡോ എന്ന വൈദികനോട് തൻ്റെ മരണമടഞ്ഞ പിതാവിനു വേണ്ടി 3 ദിവ്യബലികൾ അർപ്പിക്കണം എന്ന് പറഞ്ഞു. ആദ്യത്തെ കുർബാനയുടെ സമർപ്പണ സമയം. അവളുടെ പിതാവ് പ്രധാന അൾത്താരയുടെ മുൻപിൽ അഗ്നികുണ്ഡത്തിനു മധ്യേ മുട്ടുകുത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവൾ നിലവിളിച്ചു. ഇത് വിശ്വസിക്കാതിരുന്ന വൈദികൻ അവളുടെ പിതാവിൻ്റെ ചുറ്റും കത്തുന്ന അഗ്നിയിലേക്ക് ഒരു കടലാസ് ഇടുവാൻ പറഞ്ഞു. തൽക്ഷണം ആ പേപ്പർ കത്തിയമർന്നു. രണ്ടാമത്തെ കുർബാനയുടെ സമയത്ത് തൻ്റെ പിതാവ് തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് ഡീക്കൻ്റെ അടുത്ത് നിൽക്കുന്നതായി അവൾ കണ്ടു. മൂന്നാമത്തെ കുർബാനയിൽ തൻ്റെ പിതാവ് വെള്ളവസ്ത്രം ധരിച്ച് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധ കുർബാന കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ആശ്ചര്യത്തോടെ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പിതാവിതാ ആകാശത്തിലേക്ക് പോകുന്നു. സഭ ഇതൊരത്ഭുതമായി പ്രഖ്യാപിച്ചു. ആത്മാക്കളുടെ സംരക്ഷകനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നിരന്തരം ദിവ്യബലിയിൽ പങ്കെടുത്ത് കാഴ്ചവെക്കാനും ദിവ്യകാരുണ്യം സ്വീകരിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.